നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഓൾറെഡി പൈത്തൺ എന്താണ്, അതിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, പൈത്തണിൻ്റെ ബിഹൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പൈത്തണിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ നോക്കുകയാണ്. എങ്ങനെയാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തെടുത്ത്, ആരാണ് ഡെവലപ്പ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതിൻ്റെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ചെറിയൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. സോ പൈത്തൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈത്തൺ ആദ്യമായിട്ട് വരുന്നത് 1989 കാലഘട്ടത്തിലാണ് പൈത്തൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൈത്തൺ ക്രിയേറ്റ് ചെയ്തത് ഗുഡിയോ വാൻ റോസം എന്ന് പറയുന്ന ഒരു ഡച്ച് ഡെവലപ്പറാണ്. ആളൊരു ABC പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. സോ ആൾ ഒരു ഡച്ച് പ്രോഗ്രാമറാണ്, ഒരു പൈത്തൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. സോ ആൾ ക്രിസ്മസ് ഹോളിഡേ സമയത്ത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണം എന്നുള്ള രീതിയിലാണ് ഒരു പൈത്തൺ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഹോബി പ്രൊജക്റ്റായിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വിത്തിൻ 3 months കൊണ്ടാണ് ആൾ പൈത്തൻ്റെ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ആൾ ഇതിനു മുമ്പ് ഒരു സിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ ABC ലാംഗ്വേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ ഇതിൽ നിന്നുള്ള ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള കുറച്ച് എലമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പൈത്തൺ സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പലരും വിചാരിച്ചിരിക്കുന്നത് ജാവയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പൈത്തൺ ക്രിയേറ്റ് ചെയ്തെടുത്തതെന്നാണ്. പക്ഷേ ജാവ ഇറങ്ങുന്നതിന് മുമ്പേ ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്നാണ്. സോ ഒരിക്കലും ജാവയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടല്ല, ABC ലാംഗ്വേജിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പൈത്തൺ ക്രിയേറ്റ് ചെയ്തത്. സോ ABC ലാംഗ്വേജ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല. സോ അതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു ലാംഗ്വേജ് വേണം എന്നൊരു കോൺസെപ്റ്റിലാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൽ നിന്ന് തന്നെയാണ് ഒരു 3 മാസം കൊണ്ട് ആൾക്ക് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമുക്ക് ആൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റിയത്. പക്ഷേ ജാവ ഇറങ്ങി 1995 ഇറങ്ങി ആ ഒരു സമയത്തൊക്കെ പൈത്തൺ അത്ര പോപ്പുലർ ആയിരുന്നില്ല. 1989 സ്റ്റാർട്ട് ചെയ്തെങ്കിലും അന്ന് ഒഫീഷ്യലി റിലീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1991 ആദ്യമായിട്ട് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് വന്നത് 0.90 എന്ന് പറയുന്ന വേർഷനാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി റിലീസ് ചെയ്ത വേർഷൻ എന്ന് പറയുന്നത്. അത് 1991 ആദ്യമായിട്ട് ഈ ഒരു വേർഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 0.9.0 എന്ന് പറയുന്ന വേർഷൻ 1991 ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അന്നാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. പക്ഷെ അന്ന് നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അത് പേയ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ പ്രീമിയം എടുക്കുന്നവർക്ക് മാത്രമായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിലായിരുന്നു ആദ്യമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊണ്ടൊന്നും അത്ര പോപ്പുലറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് ആയിരുന്നില്ല. സോ ABC ലാംഗ്വേജിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ABC ലാംഗ്വേജിൻ്റെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നമുക്കിതൊരു ലാംഗ്വേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമല്ല, ഇതൊരു സ്ക്രിപ്റ്റും ഫംഗ്ഷനാലിറ്റിയും കൂടി കൊടുത്തിട്ടാണ് ആൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് നമുക്കൊരു ഒബ്ജക്റ്റുകൾ നമുക്ക് റീഡ് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാമറ ഇൻപുട്ടിനെ നമുക്ക് റീഡ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെഷീൻ ലേണിംഗ് AI ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ നിന്ന് ഒരു ഹ്യൂമൻ്റെ ഫേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ക്യാമറയിൽ എന്താണ് നടക്കുന്നത്, അതിനകത്തുനിന്നുള്ള സ്ക്രിപ്റ്റുകൾ ലൈവായിട്ട് റീഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഡേറ്റനെ ലൈവായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. സോ അതുപോലെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് എബിലിറ്റിയോട് കൂടിയാണ് ആ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് മൾട്ടിപർപ്പസ് ഫംഗ്ഷനുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. നമുക്കൊരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുത്തിട്ട് അതിന് നമുക്ക് ജീവൻ വെപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് റിയൽ ടൈം നമുക്ക് ഡേറ്റാസൊക്കെ റീഡ് ചെയ്തെടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് അതിനെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വഴി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ആൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റിംഗ് എബിലിറ്റി കൂടി കൊടുക്കുന്ന രീതിയിലാണ്. ചുമ്മാ നമ്മളൊരു പ്രോഗ്രാം എഴുതുക മാത്രമല്ല, ഒരു ലാംഗ്വേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല, ഒരു സ്ക്രിപ്റ്റിംഗ് കേപ്പബിലിറ്റിയോടെയും കൊടുത്തിട്ടാണ് ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, അതായത് ABCനെക്കാളും അഡ്വാൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജാവ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, C++ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ്, C# ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ പിന്നെ അതുപോലത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ലാംഗ്വേജുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ അതുപോലത്തെ ഒരു ലാംഗ്വേജ് ഡെവലപ്പ്, അല്ലെങ്കിൽ അത് ജാവയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ്. സോ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ജാവ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ഡെവലപ്പ് ചെയ്തത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് വേർഷൻ 1991 0.9.0 എന്ന് പറയുന്ന വേർഷനാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇത് ഒഫീഷ്യലി ലോഞ്ചഡ് ആയിരുന്നില്ല. 0.90 എന്ന് പറയുന്ന വേർഷൻ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് 1994 ഓക്കെ, 1994 ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. അതായത് 1.0.0 എന്ന് പറയുന്ന ഒരു വേർഷനാണ് 1994 ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സോ
ദെൻ അതിനുശേഷം ഓരോ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. 1.0, 1.01, 1.02 അല്ലെങ്കിൽ 1.50 അങ്ങനെ കുറേ വെർഷൻസും കാര്യങ്ങളൊക്കെ വന്നു. ഏകദേശം 2000 മുമ്പ്, അതായത് 1999 കാലഘട്ടത്തിൽ മുമ്പായിട്ട് 1.0, അതായത് 1999 കാലഘട്ടത്തിൽ 1.x വേർഷൻ 1.x വേർഷൻസിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ദെൻ 2000 2.0 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2000 ആദ്യമായിട്ട് 2.0 വേർഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് 2.0 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് 2000 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 2000 ആദ്യമായിട്ട് 2.0 വേർഷൻസ്, അതായത് 2.x വേർഷൻസ് എല്ലാം 2000 സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 2000 ഓരോ വർഷം 2001 2.1 സ്റ്റാർട്ട് ചെയ്തു, 2001 തന്നെ 2.2 ഇറങ്ങി, 2003 2.3 ഇറങ്ങി, 2004 2.4 ഇറങ്ങി, 2004 അങ്ങനെ 2010 വരെയുള്ള വേർഷൻസിൽ 2010 വരെ 2.x വേർഷൻസ് പല രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. നമുക്ക് 2020 മുതൽ 2.x വേർഷൻ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന 3.x വേർഷൻസ് ആണ്. 3.0 അല്ലെങ്കിൽ 3.1 അങ്ങനെയുള്ള 3.x വേർഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 മുതലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2010 മുതൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വെർഷൻ എന്ന് പറയുന്നത് 3.x വെർഷൻസ് ആണ്. സോ 2021 3.10 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതാണ് 2021 സ്റ്റാർട്ട് ചെയ്തത്. 3.10.0 എന്ന് പറയുന്ന വെർഷൻ. അതിന് മുമ്പ് വരെ 3.9x വെർഷൻസ് വരെയാണ് 2020 വരെ ഇറങ്ങിയത്. 2021 മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് 3.10 വെർഷൻ എന്ന് പറയുന്നത്. 3.10.0 മുതലുള്ള വേർഷൻസ് ആണ് നമുക്ക് 2021 മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു അതിന് താഴത്തേക്കുള്ള വേർഷൻസും, അതായത് 3.x വേർഷൻസ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്ന വേർഷൻസ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ചില മെഷീൻ ലേണിംഗ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൈത്തണിൻ്റെ ചില വേർഷൻസ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല. അതൊക്കെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അടുത്ത അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവും. സോ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയ്ക്കാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ ഒരു പൈത്തൺ ആരാണ് ലോഞ്ച് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ വേർഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കിയത്. ഗുഡിയോ വാൻ റോസം എന്ന് പറയുന്ന ഒരു ഡച്ച് ആളാണ് ആദ്യം പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തത്, അല്ലെങ്കിൽ പൈത്തണിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ആളുടെ ഒരു ക്രിസ്മസ് ഹോളിഡേ സമയത്താണ് അത് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ പൈച്ചാം എങ്ങനെയാണ്, പൈച്ചാമിലാണ് നമ്മൾ ഐഡിയ ആയിട്ട് യൂസ് ചെയ്തിട്ട് പൈച്ചാമിലാണ് നമ്മൾ ഈ പൈത്തൺ സ്ക്രിപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും അത് റൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് അതിൻ്റെ സെക്ഷൻസ് അടുത്ത സെക്ഷനിൽ നോക്കാം. സോ ഈ സെക്ഷൻ മനസ്സിലായി നേരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.